എന്താ മൂന്നാളും കൂടി ചിരിക്കണേ? ആനവാരി രാമൻ നായരുടെ ഒരു കഥ ഉണ്ടത്രേ. ഇയാളെ കാണുമ്പോ ഒക്കെ മാലിനിക്കുട്ടിക്ക് ആ കഥ ഓർമ്മ വരുള്ളൂ. ഉണ്ണി വന്നു. ഞാൻ ഈ കാപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. എന്നിട്ട് പറഞ്ഞു തന്നാ മതി കഥ. ഉണ്ണി സാർ വന്നോ? ഞാൻ കൊണ്ട് കൊടുക്കാം. അമ്മയുടെ കാരുണ്യം ഉണ്ടൊക്കെ ഒക്കെ ശരിയാവും. എന്താണാവോ? ഒന്നുമില്ല. ഇവരിപ്പ എന്തിനാ എന്റെ മെക്കിട്ട് കയറി ചാടി കളിക്കണാവോ? ഹലോ, കാപ്പി. ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാനിത് പറഞ്ഞത് കൊണ്ട് വല്ല കടുങ്കയും ചെയ്യുമെന്ന്. പ്ലീസ്, മുറിയിൽ നിന്ന് ഇറങ്ങി പോണം. പൊയ്ക്കോളാം. കുടിച്ചിട്ട് ആ ഗ്ലാസ്സിങ്ങി തന്നേക്കൂ. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? അതിൽ തുടരുത്. ഉരുകി പോവൊന്നുമില്ലല്ലോ. Get out! One! Get out, I say! ഉണ്ണി അറിഞ്ഞില്ലേ? അവിടത്തെ കുട്ടി മരിച്ചു. എവിടുത്തെ? നമ്മുടെ വട്ടപ്പറമ്പിലെ ശങ്കരൻ നായരുടെ മൂന്നാമത്തെ കുട്ടിയെ. പഞ്ചായത്തിൽ ജോലി ഉണ്ടായിരുന്നു കുട്ടി. ഒരു തലകറക്കം വന്ന് വീണതാ. സംഗതി ക്ലോസ്. എന്റെ അമ്മേ, ഇപ്പോഴത്തെ ഓരോ രോഗങ്ങളെ ഇട്ട് വിഷമിപ്പിക്കില്ല. അങ്ങനൊരു ഗുണമുണ്ട്. അച്ഛൻ പോയിരുന്നു ഈ ചെറുത്ത്. എന്തിയേ? നിനക്ക് തോന്നില്ലോ ആ കുട്ടിയെ തല്ലാൻ? പ്രായമായ ഒരു പെൺകുട്ടിയല്ലേ? രാമേന്ദ്രൻ നായർ താഴത്തും തറയിലും വെക്കാണ്ട് വളർത്തണ മോളാ. അയാൾ അറിഞ്ഞാൽ കിടത്തി പൊറപ്പിക്കോ? കോണിപ്പടി ഇറങ്ങിയപ്പോ തെറ്റി വീണാണെന്ന് അവളവിടെ പറഞ്ഞേ. അത് ഭാഗ്യം. വാ വാ. എന്ത് തോന്നിയിടോ തനിക്ക് ഞങ്ങളുടെ കുടിയിലൊക്കെ ഒന്ന് വരാൻ? ഇരിക്കേ. പിന്നെ മാലുനെ. ഓ, അതാണോ? കണ്ണും മൂക്കും ഇല്ലാതെ ഓടിച്ചാടി നടന്നാല് വീണൊന്നും മുറിഞ്ഞൊക്കെ വരും. ഇത്തിരി മുറിഞ്ഞത് അവളിപ്പോ ഒരു സ്റ്റൈലാക്കിയിരിക്കുക. എന്നെ തല്ലിയല്ലേ എന്റെ അച്ഛൻ നിന്നെ നിന്റെ അമ്മയെ റോക്കറ്റ് കയറ്റി പറപ്പിക്കും. എന്റെ അച്ഛനപ്പം മുത്തശ്ശിനെയും വെടിവെച്ച് കൊല്ലുമല്ലോ. പിന്നെ നിന്റെ അച്ഛൻ കൂലിപ്പട്ടാളല്ലേ? കൂലിപ്പട്ടാളത്തിന് തോക്ക് പോയിട്ട് ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ ആന്റീന്റെ കൂടെ കൂട്ടിനില്ല. വേണ്ട. ഏയ്, പിണങ്ങി പോവാ. മുത്തശ്ശനും ചീറ്റിയ ആന്റിയും ചീറ്റിയ. മുത്തശ്ശനും ചീറ്റിയ ആന്റിയും ചീറ്റിയ. മാലു, നിനക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ? പോയി നോക്ക്. എന്റെ ഫ്ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞു വരാം.
ഓ അതിനിപ്പോ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് ഞാൻ കൊണ്ടിരിക്കുന്നു ചെറുപ്പത്തില്. മാലു വീട്ടിലേക്ക് വരാത്തോണ്ട് അമ്മ വിഷമിച്ചിരിക്കുക. 2 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ വന്നാ ഉണ്ണേട്ടനത് ശല്യാവോ? വന്നോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ. വന്നിട്ടൊരു ചായ കഴിക്കാതെയോ? പിന്നീട് ഒരിക്കലാവാം, നേരം വൈകി. അച്ഛൻ ബാത്റൂമിലാ. പറഞ്ഞാ മതി. ഇതിങ്ങനെ വല്ലപ്പോഴും തുറന്നു വെച്ചതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ വൈദ്യരെ? മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ കണ്ണടയണത് വരെ ഉന്തിയും തള്ളിയും നീക്കണം. അടച്ചു പൂട്ടിന്ന് പറയിക്കണ്ടല്ലോ. ഇത് ഏതും അടയെന്നാടോ പറയണത്. ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ. കൂനമ്മാവിൽ ഒരു ആനയെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു പോയതാ. ഓ, ചെന്ന് നോക്കിയപ്പോഴല്ലേ അറിയണേ ഇത് ഞാൻ 2 മാസം മുമ്പ് ചാലക്കുടി പോയി കണ്ട ആനയാ. ആഹാ. ഇത് 3 പേരെ തട്ടിയവനാ. ഇനി ഒരു പാപ്പാനെ കൂടെ തട്ടുമെന്നാ പ്രവചനം. എന്നാ പിന്നെ ആ ആനയെ തനിക്ക് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്റെ 16 അടിയിൽ നിന്ന് തനിക്ക് ഉണ്ണണല്ലേ? മനസ്സിലിരിക്കട്ടെ പണിക്കരെ, ഈ കുത്തിന് അപ്പൂട്ടൻ നായരെ കൊണ്ട് ഒരു ആനയെ വാങ്ങി തൊടി കെട്ടിയില്ലെങ്കിൽ എന്നെ ദേ ഇങ്ങനെ വിളിച്ചോ. ആ അപ്പൂട്ടന്നാര് ആനയെ വാങ്ങുമോ പണിക്കരെ? ദേ, ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം ചോദിച്ചു നോക്കിയോ രാമേന്ദ്രൻ നായരോട്? മാലിനിക്കുട്ടിയുടെ കാര്യേ. ഓ അതോ, എങ്ങനെയാ ചോദിക്ക? ഒന്നാമത് 2ാം കെട്ട്. അതിനെന്താ, അവന് കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇത്തിരി പണം ഉണ്ടെന്നല്ലാണ്ട് അത്ര വലിയ തറവാട്ടുകാരൊന്നും അല്ലല്ലോ. ചിലപ്പോ സമ്മതിച്ചാലോ? ചേരണ ജാതകമാണോ അല്ലേ എന്ന് ആർക്കറിയാം. അതൊക്കെ ഒന്ന് സൂത്രത്തിൽ നോക്കി വെച്ചിട്ട് ചേർച്ചയുണ്ടെങ്കിൽ ചോദിച്ചാ മതി. നടക്കുമെന്ന് എന്റെ ഉള്ളിൽ ഒരു തോന്നല്. ഉണ്ണി സമ്മതിക്കോ? ചില നല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണി ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചു. മാലിനിക്കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള പത്രാസും ദുശാഠ്യവും അവന്റെ വികൃതിത്തരങ്ങളും എന്റെ മനസ്സ് നിറഞ്ഞു. എത്ര നാളായി എൻ്റെ കുട്ടിയൊന്ന് വാനിറച്ച് വർത്താനം പറഞ്ഞിട്ട്. അവൾക്ക് അവനോട് പിണക്കൊന്നും ഇല്ലാലോ? ഏയ്, അതിനങ്ങനെയൊന്നുമില്ല. ഇത്ര നേരം ഞങ്ങൾ 3 ആളും കൂടി ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു.